ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ മോഡൽ ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യം ഒന്ന് പരിശോധിക്കാം. മാതൃകയിലേതുപോലെ ഒരു ഭൗമദിന പോസ്റ്റർ ഇങ്ക്സ്കേപ്പിൽ തയ്യാറാക്കുക. പോസ്റ്ററിൽ നോക്കിയാൽ കാണാം അവിടെ രണ്ട് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളത് സാൻസ് സെരീഫ് എന്ന ഫോണ്ടിലും അതിന് താഴെ കാണുന്ന വേൾഡ് എർത്ത് ഡേ എന്നുള്ളത് ഫ്രീ സാൻസ് എന്ന ഫോണ്ടിലും ചേർക്കുക എന്നുള്ളതാണ് നിർദ്ദേശം. അതിനുശേഷം അവിടെ ഇമേജസ് 10 ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, എർത്ത് PNG. ആ ചിത്രം കൂടെ ഇതിലേക്ക് ചേർത്തുകൊണ്ട് മാതൃകയിലേതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കി രജിസ്റ്റർ നമ്പർ _ എർത്ത് ഡേ എന്ന പേരിൽ exam 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിൽ PNG ഫയലായി എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇങ്ക്സ്കേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ ആപ്ലിക്കേഷൻ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ക്സ്കേപ്പ് എന്ന് സെർച്ച് ചെയ്യാം. നമ്മുടെ ഇങ്ക്സ്കേപ്പ് ലഭിക്കുന്നു. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റുന്നതിന് വേണ്ടി നമുക്കിവിടെ ആദ്യം വരുന്ന ഈ ന്യൂ ഡോക്യുമെൻ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏരിയ കൃത്യമായിട്ടൊന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഈ പേജ് ബോർഡർ ഒന്ന് കളയാം. പേജ് ബോർഡർ കളയുന്നതിന് ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ടിക്ക് മാർക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡർ മാറിക്കിട്ടും. നമുക്ക് ഈ വിൻഡോകൾ തൽക്കാലം ആവശ്യമില്ലാത്തതിനാൽ ഇതൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കാം. റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുകയാണ്. അതിന് ആവശ്യമായിട്ടുള്ള കളർ ഒരു ലൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ഒരു റെക്ടാങ്കിൾ വേണം. ആ റെക്ടാങ്കിൾ മുകളിലായിട്ടാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്കൊരു റെക്ടാങ്കിൾ ടൂൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. വീണ്ടും റെക്ടാങ്കിൾ ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് അവിടെ നൽകിയിരിക്കുന്നത്. നമുക്കൊരു ലൈറ്റ് ബ്ലൂ കളർ കൊടുക്കാം. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ചേർക്കേണ്ടത്. അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റ് ചേർക്കുന്നതിന് വേണ്ടി വീണ്ടും ആ ഒരു ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാം. അതിൻ്റെ ഫോണ്ട് നോക്കി കാണാം. ഈ ഫോണ്ട് സാൻസ് സെരീഫ് തന്നെയാണ്. അതിനുശേഷം ഇത് നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിന് മുകളിലേക്കൊന്ന് നീക്കി വെക്കുന്നതിന് വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിന് താഴേക്കൊന്ന് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് താഴേക്ക് ചേർക്കേണ്ട മറ്റൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിന് താഴെ ചേർക്കേണ്ടത് വേൾഡ് എർത്ത് ഡേ എന്നുള്ള ഒരു ടെക്സ്റ്റാണ് നമുക്ക് ചേർക്കേണ്ടത്. അതിന് വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ടൂളിലേക്ക് പോവാം. ടൈപ്പിന് ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മുഴുവനായി ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റ് ടൂളിൽ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ സെലക്ഷനിൽ നിർത്തിയതിന് ശേഷം നമുക്കിവിടെ സാൻസ് സെരീഫ് എന്നുള്ളത് ഫ്രീ സാൻസ് എന്നുള്ള ഈ ഒരു ഫോണ്ടിലേക്ക് ഒന്ന് മാറ്റുകയാണ്. അതുപോലെ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നമുക്കൊന്ന് വ്യത്യാസം വരുത്താം. അതുപോലെ അതിൻ്റെ ബോൾഡ് സെമി ബോൾഡിലേക്ക് കൊണ്ടുവരാം. മൂവ് ചെയ്യണമെങ്കിൽ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. നമുക്ക് ആ ഒരു കളറ് കൊടുക്കാം. അങ്ങനെ അവിടെ ആ ഒരു ടെക്സ്റ്റും ചേർത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് അതിൻ്റെ മുകളിലേക്കൊരു ചിത്രം ചേർക്കണം. ഇമേജസ് 10 എന്ന ഫോൾഡറിനുള്ളിലാണ് ആ ഒരു ചിത്രമുള്ളത്. ആ ചിത്രം ചേർക്കുന്നതിന് വേണ്ടി ഫയൽ ഇമ്പോർട്ടിൽ നിന്നും ഹോമിനുള്ളിലാണ് അത് IT മോഡൽ ക്വസ്റ്റ്യൻ റിസോഴ്സസ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് നമുക്ക് റിസോഴ്സുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ ഇമേജസ് 10 എന്ന ഫോൾഡറിനുള്ളിൽ ഇവിടെ എർത്ത് PNG എന്നൊരു ചിത്രം കാണാം. അത് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി ആ ഒരു ചിത്രം ഓപ്പൺ ആവുന്നു. ഈ വിൻഡോയിൽ നമുക്ക് OK ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിത്രം നമുക്ക് ഇതിലേക്ക് വരുന്നതാണ്. അങ്ങനെ ആ ഒരു ചിത്രം പൂർത്തിയായിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ചേർത്തുകൊണ്ടൊന്ന് ഗ്രൂപ്പാക്കാം. അതിന് മുഴുവനായും സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ചെയ്യുന്നതോടുകൂടി അതൊരൊറ്റ ഒബ്ജക്റ്റായിട്ട് മാറുന്നു. ഇനി നമുക്കൊരു PNG ആയി എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം സെലക്ഷൻ ഡ്രോയിങ് പേജ്. ഇപ്പോൾ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് സെലക്ഷനിൽ തന്നെ നമുക്ക് നിൽക്കട്ടെ. സെലക്ഷൻ തന്നെ നിർത്തിയതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എക്സ്പോർട്ട് ആസ് എന്ന് കാണാം. എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോമിനുള്ളിലുള്ള 10 പ്രോഡക്റ്റ് എന്നുള്ള ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ പേര് കൊടുക്കാം. രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ നൽകിയതിന് ശേഷം ഷിഫ്റ്റ് ഉപയോഗപ്പെടുത്തി _ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എർത്ത് ഡേ എന്ന് ടൈപ്പ് ചെയ്ത് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ സേവ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. ഫയലിലെ ഹോമിനുള്ളിലുള്ള exam 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ചിത്രം. ഇതുവരെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.